ബോസിന്റെ രാവിലെ വന്ന പ്രൊമോയിൽ ഗബ്രി ജാസിന്റെ പ്രണയം നിരസിക്കുന്നു. എനിക്ക് നിന്നോട് പ്രണയമൊന്നുമില്ല, സ്നേഹമാണ്, പക്ഷെ പുറത്തു പോയി നിന്നെ കേട്ടാലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അത് നീ പ്രതീക്ഷിക്കുകയും വേണ്ട എന്നൊരു ഡയലോഗ് ഗബ്രി അടിക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞ കാര്യമാണ്, ഇത് കുറെ പേര് കണ്ടു കാണും. അപ്പൊ ഇപ്പൊ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമന്റ് ഉണ്ട്, ആ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ്, അത് അഫ്സലിന്റേതാണ്. അഫ്സൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് ജാസ്മിനെ കല്യാണം ഉറപ്പിച്ച് വെച്ച പയ്യനാണ്. അഫ്സൽ താഴെ ഒരു കമന്റ് എഴുതി, അതാണ് പേരെ വൈറലായിരിക്കുന്നത്. അതായത് നിനക്കിത് തന്നെ വേണം. കഴിഞ്ഞ 7 മാസമായി ഒരു ബാഡ് ഫേസിലൂടെ ഞാനും കടന്നുപോയതാണ്. അത് ഞാൻ എത്രമാത്രം സഹിച്ചു എന്ന് എനിക്കറിയില്ല, എന്റെ വേദന എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇത് നിനക്ക് വന്നു, ഇതാണ് ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, ഇത് ഞാൻ സത്യത്തെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിനക്കിത് വന്നു, നിനക്കിത് അങ്ങനെ തന്നെ വേണം. ഇതിലൂടെ നീ പോകുമ്പോൾ, ഒരാളുടെ പ്രണയം നിരസിച്ചിട്ട് ആ വേദന അനുഭവിച്ച് ഇതിലൂടെ നീ കടന്നു പോകുമ്പോഴേ നിനക്ക് ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നിനക്ക് ഇത് തന്നെ വേണം എന്നുള്ളൊരു കമന്റ് ആണ് ഇട്ടിട്ടുള്ളത്. അതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ജാസ്മിൻ ഇതൊന്നും അറിയില്ല, വെളിയിൽ എന്ത് നടക്കുന്നു ഏത് നടക്കുന്നു എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ജാസ്മിൻ വെളിയിൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് റസ്മിൻ വന്ന് പറഞ്ഞതോടുകൂടി ജാസ്മിൻ ഒരു ഭയം ഉണ്ടാകും. എന്തായിരിക്കും ഇനി, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഈ ഒരു സ്ട്രാറ്റജിയാണ് ഗെയിം മുന്നോട്ട് പോകുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഗബ്രിയുടെ മനസ്സൊന്നറിയണം. ഇപ്പോഴാണെങ്കിൽ കുറച്ച് അകന്നാണ്, വേറെ റൂമും അതുപോലെ വേറെ ടീമൊക്കെ ആയതുകൊണ്ട് ഒന്ന് അകന്നിരിക്കുന്നു. അപ്പൊ ഗബ്രിയുടെ മനസ്സറിയാം എന്ന് വിചാരിച്ച് റസ്മിനെ സാക്ഷിയെ നിർത്തിക്കൊണ്ടാണ് ഒന്ന് ട്രിഗർ ചെയ്ത് ചോദിച്ചു നോക്കിയതാണ്. പക്ഷെ അവിടെ പെട്ടെന്നുള്ളൊരു മറുപടിയാണ് ജാസ്മിനെ തളർത്തി കളഞ്ഞത്. എനിക്ക് നിന്നെ കെട്ടാനൊന്നും പറ്റില്ല, എനിക്ക് നിന്നോട് പ്രണയവുമില്ല എന്നുള്ളത് ആകെ ഒരു ഷോക്കിംഗ് മൊമെന്റ് ആണ് ആ സമയത്ത് നമ്മൾ ജാസ്മിനിൽ കാണുന്നത്. സോ അപ്പോൾ എന്തായാലും ഇത് അനുഭവിച്ച അഫ്സലിന് കുറ്റപ്പെടുത്താനും പറ്റില്ല. അഫ്സൽ പറയുന്നത് ഞാൻ കുറച്ച് അനുഭവിച്ചില്ലേ, ഇനി നീയും കുറച്ച് അനുഭവിക്കും, കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയില്ലേ, അതുപോലെയാണ് പറയുന്നത്. സോ അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.